ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ പ്രാവിൻ്റെ മേത്തുള്ള പെൻശല്യം ഒഴിവാക്കാൻ പോവാണ്. അതോടൊപ്പം നമ്മൾ സീസൺ ആവാൻ ഇനി 2 മാസം കൂടിയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ പ്രാവിൻ്റെ മേത്തുള്ള കംപ്ലീറ്റ് ഫാനും ഈച്ചനൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, വീഡിയോയിലൊക്കെ എടുക്കാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഒരു ഉച്ച നേരം ആയിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ ഈ സമയത്താണ് നമ്മളെ പ്രാവിൻ്റെ മേത്തുള്ള പെൻശല്യമൊക്കെ ഒഴിവാക്കേണ്ടത്. അപ്പോൾ നമ്മളൊന്ന് കൂട്ടിലേക്ക് അകത്ത് കയറാം. അപ്പോൾ നമ്മളെല്ലാ പ്രാവിനെ നമ്മൾ കൂട്ടിൻ്റെ ഉള്ളിലേക്ക് ആക്കി പുറമെ വിടലില്ല. അപ്പോൾ നമ്മൾ 4 കള്ളിയിൽ 4 പ്രാവിനെ ഇട്ടിട്ടുണ്ട്. സെപ്പറേറ്റ് ജോഡിയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കൂടൊക്കെ ക്ലീൻ ചെയ്യാണ്ട് നല്ലോണം വൃത്തികേടായിട്ടുണ്ട്. ഇത് നമ്മളെ കുഞ്ഞന്മാരാണ്. അപ്പോൾ കുഞ്ഞന്മാരിത് കാണിച്ചില്ല. അത് നമുക്ക് കുറച്ച് മോളോട്ട് വെച്ചിട്ട് കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ ഗൈസ് തൊട്ടടിയിലുള്ള പ്രാവിനെ നമ്മൾ വീണ്ടും മുട്ടടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഒന്നും കൂടി കുഞ്ഞുങ്ങളെ ഇറക്കുന്നുണ്ട് ഈ വരുന്ന്. അപ്പോൾ മുകളിലുള്ള എല്ലാ പ്രാവിനെയും നമ്മൾ ജോഡി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ താഴെയുള്ള പ്രാവിൽ ഒരു പ്രാവിനെ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം 2 കുഞ്ഞന്മാരെ കിട്ടണമെന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അതോടൊപ്പം നമ്മൾ കൂടൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മരുന്ന് ഇതാണ്. അപ്പോൾ ഈ മരുന്നിൻ്റെ പേര് ടിക്ടോക്സിൻ എന്നാണ്. മെഡിക്കൽ ഷോപ്പിലൊക്കെ ലഭിക്കൂ, ടിക്ടോക്സ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് നമ്മൾ രാവിലെ പോയിട്ട് വാങ്ങിയതാണ്, പാക്കൊന്നും പൊട്ടിച്ചില്ല. ഇതിൻ്റെ അളവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 ലിറ്റർ വെള്ളത്തിൽ 10 ml ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ 10 ലിറ്റർ വെള്ളത്തിൽ 20 ml ഒഴിക്കുന്നുണ്ട്. എന്താ അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റൂല. ഇത് നല്ല ഡോസ് കൂടിയ മരുന്നാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടൊക്കെ യൂസ് ചെയ്യുക, അളവിലൊന്നും മാറ്റം വരുത്തല്ലേ. അപ്പോൾ നമുക്കിത് ബക്കറ്റിൽ ഒഴിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ 2 ബക്കറ്റിൽ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ 2 ബക്കറ്റിൽ വെള്ളം എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരു ബക്കറ്റിൽ മരുന്നും മറ്റേ ബക്കറ്റിൽ സാധാ വെള്ളമാണ്. അപ്പോൾ ഈ മരുന്നുള്ള ബക്കറ്റിൽ നമ്മൾ പ്രാവിനെ മുക്കിയിട്ട് സാധാ വെള്ളത്തിൽ മുക്കണം, അല്ലെങ്കിൽ പ്രാവിന് ദോഷമാണ്. അപ്പോൾ നമ്മൾ ഈ ഓറഞ്ച് ബക്കറ്റിൽ 10 ലിറ്ററാണ് യൂസ് ചെയ്യുന്നത് വെള്ളം. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് മരുന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ കുട്ടികൾക്കൊക്കെ മരുന്ന് കൊടുക്കുന്ന അളക്കിലാണ് നമ്മൾ മരുന്ന് എടുക്കുന്നത്. അപ്പോൾ അതിൽ കറക്റ്റ് ml നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇത് നമ്മൾ 10 ലിറ്റർ വെള്ളത്തിലായിക്കൊണ്ട് ഞാൻ 20 ml യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമോയെന്ന് അറിയാറില്ല. നമ്മൾ കുപ്പീൻ്റെ ബാക്കിലുള്ള ഇത് വായിച്ചിട്ടാണ് മനസ്സിലായത്. അപ്പോൾ എന്തായാലും യൂട്യൂബിൽ വേറെ വീഡിയോ ഒക്കെ ഉണ്ടാവും. നിങ്ങൾ മരുന്നിൻ്റെ അളവൊന്ന് കൺഫേം ചെയ്തിട്ട് ഇതാക്കുക. അപ്പോൾ ഈ മരുന്നിനെ കുറിച്ച് എനിക്ക് അധികം അറിയില്ല, ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ യൂസ് ചെയ്ത് നോക്കുക. എന്തായാലും ഞാൻ 20 ml ഒഴിച്ചിട്ടുണ്ട്, പ്രാവിനൊന്നും പറ്റൂലായിരിക്കും. അപ്പോൾ നമ്മൾ നല്ലോണം അലർജി ഉള്ളവരാണെങ്കിൽ നമ്മൾ കോലൊക്കെ ഇട്ടിട്ട് ഇളക്കുക, കൈകൊണ്ട് ഇളക്കാതെ വെക്കുക. അപ്പോൾ അലർജി ഇല്ലാത്തവരാണെങ്കിൽ കൈകൊണ്ട് ഇളക്കിയാൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ കൈമലൊന്നും ആവുന്നില്ല. പക്ഷേ നമ്മൾ സോപ്പിട്ടൊക്കെ കഴുകണം. പ്രാവിനെ മുക്കിയതിന് ശേഷം നല്ലോണം സോപ്പിട്ട് കഴുകുക. അപ്പോൾ നല്ലോണം വെള്ളമൊക്കെ ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പ്രാവിനെ ഈ ബക്കറ്റിൽ മുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ പ്രാവിനെ ഇങ്ങനെ പിടിച്ചിട്ടാണ് മുക്കേണ്ടത്, എന്നാലും എല്ലാ സ്ഥലത്തും എത്തും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളെ തല മോളോട്ട് വെച്ചിട്ട് മുക്കുക. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ കണ്ണിലും മൂക്കിലും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ പ്രാവ് ചത്തുപോകാനുള്ള ഇതുണ്ട്. അപ്പോൾ അത്രയും നല്ല കെമിക്കലാണ് ആ വെള്ളത്തിലുള്ളത്. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചിട്ട് പ്രാവിനെ മുക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് ഇങ്ങനെ ഈ ചിറകിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ ഒക്കെ ആക്കിയിട്ട് നല്ല വെള്ളത്തിലൊന്ന് മുക്കണം. അപ്പോൾ നല്ല വെള്ളത്തിൽ മുക്കിയില്ലെങ്കിൽ പ്രാവിനെ ചിലപ്പോൾ നല്ലോണം എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതൊന്ന് നല്ല വെള്ളത്തിൽ പ്രാവിനെ മുക്കുക. എന്നിട്ട് നമുക്ക് വെയിലത്തേക്ക് പുറമേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഗൈസ് നമ്മൾ പ്രാവിനെ വെയിലത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിലുള്ള സമയത്താണ് പ്രാവിനെ ഇങ്ങനെ മുക്കിയിട്ട് വെയിലത്തിടേണ്ടത്. അപ്പോൾ വെയിലിങ്ങനെ ഇല്ലാത്ത സമയത്തൊന്നും ഇങ്ങനെ മുക്കാൻ നിൽക്കല്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള പ്രാവുകളൊക്കെ മുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ 2 പ്രാവിലൊക്കെ കുളിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കുളിപ്പിച്ചിട്ടും കാര്യമൊന്നുമില്ല, നമ്മളെ വാലിൻ്റെ ആ ഭാഗത്ത് നല്ല മണ്ണായിട്ടുണ്ട്. ഐറ്റങ്ങളിങ്ങനെ നടന്ന് കളിക്കുകയല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ വായ്ക്കൂടില്ലാത്തതൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്.
അപ്പോൾ ഗൈസ് നമ്മൾ ഈ പ്രാവിന് ഫുൾ ചോർക്ക് ഉണ്ടായിക്കൊണ്ട് നമ്മൾ വായിക്കൂട്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വായിക്കൂട്ടിൽ അധികം വെയിലൊന്നുമില്ല, എന്നാലും അവിടെയും ഇവിടെ ആയിട്ട് നല്ല വെയിലൊക്കെ ഉണ്ട്. നല്ല കുഴപ്പമില്ല, അതിൽ ഉണങ്ങിക്കോളൂ, ഒറ്റക്കാണ് ഇടുന്നത്. അപ്പോൾ ഇനി നമ്മൾ ബാക്കിയുള്ള പ്രാവിനെ ചിലപ്പോൾ വായിക്കൂട്ടിൻ്റെ മുകളിലോട്ട് വെക്കും. അപ്പോൾ മണ്ണാവുന്നുണ്ട് ബാക്കിയുള്ള പ്രാവിൻ്റെ വാലുമലൊക്കെ, അതുകൊണ്ടാണ് ആ വായിക്കൂട്ടിൻ്റെ മുകളിലോട്ടാക്കുന്നത് എല്ലാവരെയും. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും നമ്മളെ പ്രാവുകളെ കുളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വാലുമല കുറേ മണ്ണുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ അതിനെ വീണ്ടും കുളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കുളിപ്പിച്ച് നമ്മൾ ആ വായിക്കൂട്ടിൻ്റെ മുകളിലോട്ടാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിലുണ്ട്, അപ്പോൾ അടിയിലധികം വെയിലൊന്നുമില്ല. അപ്പോൾ ആൺപ്രാവിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഉണങ്ങാൻ, എന്നാലും ഉണങ്ങിക്കോളും, കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനിയിപ്പോൾ ബാക്കി വന്ന വെള്ളം നമ്മൾ ഇവിടെ ഒഴിക്കുന്നില്ല, പുറമെ പോയി ഒഴിക്കൂ. അപ്പോൾ ഈ വെള്ളം അഥവാ അതിനെ പ്രാവ് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാവിൻ്റെ ചാവൽ ഉറപ്പാണ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ 3 കുഞ്ഞന്മാർ. അപ്പോൾ ഈ കുഞ്ഞന്മാർ വലുതായിട്ട് ഇതുവരെയൊക്കെ നമ്മൾ കാണിച്ചിട്ടില്ല. 3 പേരും നല്ല ആരോഗ്യത്തോടെ തന്നെയാണ് വളരുന്നത്. അതോടൊപ്പം നമ്മൾ കൂടുകളൊക്കെ നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ മേത്തുള്ള പെൻശല്യം ഒഴിവാക്കിയത് കൊണ്ട് കൂടും ക്ലീൻ ചെയ്യാൻ മറക്കല്ല്. അപ്പോൾ നമ്മൾ കൂട് ക്ലീൻ ചെയ്തത് അടിയിൽ പേപ്പറൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ നടുക്ക് ഒരു മരക്കഷ്ണമൊക്കെ വെച്ചിട്ടുണ്ട് പ്രാവിന് നിൽക്കാറുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ കൂടിലും ഇതേപോലെ സെറ്റപ്പാണ് ചെയ്തത്. പക്ഷേ ബ്രീഡിങ്ങിന് മാത്രം നമ്മൾ വേറെ തന്നെയാണ്, അത് നമ്മൾ പാത്രം വെച്ചെടുത്തിട്ടാണ്. ഇതിലൊന്നും നമ്മൾ ഇടുന്നില്ല പ്രാവിനെ, എന്നാലും കൂടൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള പേനൊന്നും പ്രാവിൻ്റെ മേത്തേക്ക് കയറേണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഓവർ ലെങ്ത് ആക്കുന്നൊന്നുമില്ല, നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ.